നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെൽജിയൻ സൂപ്പർ താരമായ കെവിൻ ഡിബ്രൂയിനയ്ക്ക് ക്ലബ്ബുമായി ഒരു വർഷത്തെ കരാറാണ് അവശേഷിക്കുന്നത്. ഈ കരാർ ഇതുവരെ പുതുക്കാൻ ഡിബ്രൂയിന് തയ്യാറായിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം ക്ലബ്ബ് വിട്ട് പുറത്തു പോകും എന്നുള്ള റൂമറുകൾ വളരെയധികം സജീവമാണ്. സൗദി അറേബ്യക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വലിയ താല്പര്യമുണ്ട്. കഴിഞ്ഞ സമ്മറിൽ തന്നെ ഡിബ്രൂയിനയെ കൊണ്ടുവരാൻ അവർ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അത് ഫലം കാണാതെ പോവുകയായിരുന്നു. പക്ഷെ ഇത്തവണ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദ് രണ്ടും കൽപ്പിച്ചാണ്. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ ഫലം കണ്ടു എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. അതായത് ഡിബ്രൂയിന അൽ ഇത്തിഹാദുമായി അഗ്രിമെന്റിൽ എത്തി എന്നായിരുന്നു വാർത്തകൾ. എന്നാൽ ഇതിലെ സത്യാവസ്ഥ പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ ഫാബ്രിസിയോ റൊമാനോ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ ഡിബ്രൂയിന ക്ലബ്ബുമായി അഗ്രിമെന്റിൽ എത്തിയിട്ടില്ല. ഇന്നലെ പുറത്തേക്ക് വന്ന വാർത്തകൾ സത്യമല്ല എന്നാണ് റൊമാനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ 2 ഡീലുകളിലാണ് അൽ ഇത്തിഹാദ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിൽ മൗസ ഡിയാബയുടെ ഡീൽ അവർ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സനെ കൂടി സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഈ സൗദി ക്ലബ്ബ് ഉള്ളത്. അതിനുശേഷം മാത്രമായിരിക്കും അവർ ഡിബ്രൂയിനയുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റി ഈ താരത്തിന്റെ കാര്യത്തിലുള്ള നിലപാട് നേരത്തെ വ്യക്തമാക്കിയതാണ്. കരാർ പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ കെവിൻ ഡിബ്രൂയിനയെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ വിട്ടൊഴിവാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ റെഡിയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.